തെഹരീക്കെ-ഇ-താലിബാൻ ഒരു ഭീകര സംഘടനയാണ്. ഈ ഭീകര സംഘടന ഇപ്പോൾ ബംഗ്ലാദേശിൽ നിന്ന് ആളുകളെ ഇവരുടെ സംഘടനയിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നു എന്നുള്ളൊരു വാർത്തയാണ് പുറത്തു വരുന്നത്. ഇതിൽ ഇന്ത്യക്ക് ആശങ്കപ്പെടാൻ എന്തെങ്കിലും ഉണ്ടോ? ഉറപ്പായിട്ടും ഉണ്ടല്ലോ. കാര്യം ബംഗ്ലാദേശ് നമ്മളുമായിട്ട് അത്ര സുഖകരമായ ഒരു അന്തരീക്ഷമല്ല ഇപ്പോഴുള്ളത്. ബംഗ്ലാദേശും നമ്മളുമായിട്ട് ഏതാണ്ട് 4000 കിലോമീറ്ററോളം അതിർത്തി പങ്കിടുന്നുണ്ട്. ഇതിൽ കുറേയൊക്കെ നമ്മൾ സൈനിക നിരീക്ഷണത്തിലാണ്, കുറേയൊക്കെ തുറന്ന കാര്യം ബംഗ്ലാദേശുമായിട്ട് അത്ര വലിയ ഇപ്പോൾ പാകിസ്ഥാന് സമാനമായി ഒരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് കുറേയൊക്കെ നിയന്ത്രണങ്ങളില്ലാത്ത സ്ഥലങ്ങളുമുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു രാജ്യത്ത് ഒരു ഭീകരവാദ സംഘടന പിടിമുറുക്കുന്നു എന്നുള്ളത് ഗുരുതരമായ സാഹചര്യമാണ്. അപ്പോൾ ഇന്ത്യ അക്കാര്യത്തിൽ കരുതലെടുക്കേണ്ടത് തന്നെയാണ്. ഈ തെഹ്രീക്കെ-താലിബാൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കിയെടുക്കണം. അതായത് ഈ അഫ്ഗാനിസ്ഥാനിലുള്ള ഒരു വിഘടനവാദി ഗ്രൂപ്പാണ് ഈ തെഹ്രീക്കെ-താലിബാൻ. അവരിപ്പോൾ അഫ്ഗാനിസ്ഥാനിലിപ്പോൾ ഇപ്പോൾ ഭരിക്കുന്നത് താലിബാനാണല്ലോ. നേരത്തെ അവിടെ അമേരിക്ക അധിനിവേശം നടത്തിയ സമയത്ത് അമേരിക്കക്കെതിരെ യുദ്ധം നടത്തിയിരുന്ന ഗ്രൂപ്പുകളിൽപ്പെട്ട ഒന്നാണ് ഈ തെഹ്രീക്കെ-താലിബാൻ. ഈ പറയുന്ന ഇപ്പോഴത്തെ അവിടുത്തെ ഭരണകർത്താക്കളായ താലിബാൻ ഇവരൊക്കെ ഏതാണ്ട് ഒരേ സഖ്യത്തിലായിരുന്നു. ഇപ്പോൾ ഈ താലിബാൻ ഗ്രൂപ്പുകാർ ഇപ്പോൾ അവർ ഭരണകാര്യങ്ങളിലാണ് ശ്രദ്ധിക്കുന്നത്. അവർക്ക് പഴയ പോലെ സായുധ പോരാട്ടത്തിനൊന്നും ഇപ്പോൾ വലിയ താല്പര്യമില്ല. പക്ഷേ ഈ തെഹ്രീക്കെ-താലിബാൻ എന്ന് പറയുന്ന ഇവർ ഇപ്പോഴും പഴയ റൂട്ടിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്കിപ്പോൾ ഈ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ അതിർത്തിയിലുള്ള വസീരിസ്ഥാൻ എന്ന് പറയുന്ന ഒരു മേഖലയുണ്ട്. അത് ഇവരുടെ സ്വന്തം ആക്കണം എന്നുള്ളതാണ് ഇവരുടെ ഒരു നിലപാട്. അതായത് ഇവരുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരണം എന്ന് കരുതി പോരാടുന്നവരാണ് ഈ തെഹ്രീക്കെ-താലിബാൻ. അവിടെ അത് അറിയപ്പെടുന്ന പാകിസ്ഥാൻ താലിബാൻ എന്ന പേരിലാണ്. അഫ്ഗാനിസ്ഥാൻ താലിബാൻ വേറെയുണ്ട്, ഇവിടെ പാകിസ്ഥാൻ താലിബാൻ എന്ന പേരിലാണ് ഈ സംഘടന അറിയപ്പെടുന്നത്. അപ്പോൾ പാകിസ്ഥാനകത്ത് തന്നെയാണ് ഇവർ പ്രവർത്തിക്കുന്നത്. അതായത് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തി മേഖലയിൽ ഈ വസീരിസ്ഥാൻ എന്ന് പറയുന്ന ആ ഒരു പ്രദേശം ഈ രണ്ട് കൂട്ടരുടെയും പാകിസ്ഥാൻ സൈന്യത്തിൻ്റെയും ഈ തെഹ്രീക്കെ-താലിബാൻ എന്ന് പറയുന്ന പാകിസ്ഥാൻ താലിബാൻ്റെയും ഒരു ഏറ്റുമുട്ടൽ വേദിയാണ് വസീരിസ്ഥാൻ എന്ന് പറയുന്നത്. അപ്പോൾ രൂക്ഷമായ പോരാട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാറുണ്ട്. സൈന്യത്തെ ഇവർ മറ്റേ ചാവേർ ആക്രമണമൊക്കെ നടത്തി ഇവർ വധിക്കാറുണ്ട്. പാകിസ്ഥാൻ സേന വ്യോമാക്രമണം അടക്കം നടത്താറുണ്ട്. അതായത് ഇപ്പോൾ അന്താരാഷ്ട്ര നിയമം അനുസരിച്ച് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിലുള്ള അതിർത്തി നിർണ്ണയിക്കപ്പെട്ടിട്ടുണ്ട്. ചിലയിടങ്ങളിലൊക്കെ അവർ വേലികെട്ടി തിരിച്ചിട്ടുമുണ്ട്. എന്നിരുന്നാലും പാകിസ്ഥാൻ സേന അതിർത്തി കടന്ന് വ്യോമാക്രമണം നടത്തി ഈ ഭീകരവാദികളെ ലക്ഷ്യമിട്ടുകൊണ്ട്. കാര്യം ഈ അതിർത്തി മേഖലയിലാണ് ഈ തെഹ്രീക്കെ-താലിബാൻ്റെ ഭീകര കേന്ദ്രങ്ങൾ ഏറെയുമുള്ളത്. അപ്പോൾ അതിർത്തി കടന്നിട്ട് പോലും ബോംബാക്രമണവും വ്യോമാക്രമണവും ഒക്കെ പാകിസ്ഥാൻ സേന നടത്താറുണ്ട്. ഇവരും വെറുതെ ഇരിക്കാറില്ല, ഇവരും തിരിച്ചടിക്കാറുണ്ട്. ഇതാണ് അവിടുത്തെ സ്ഥിതി. അപ്പോൾ ഇനി ഇതിലേക്ക് ഇപ്പോൾ ബംഗ്ലാദേശിൽ നിന്ന് ആളുകളെ കൊണ്ടുപോകുന്നു. അതിന് കാരണമുണ്ട്. ബംഗ്ലാദേശിൽ ഇപ്പോൾ ഭരണമാറ്റം ഉണ്ടായിരിക്കുന്നു. ഷേഖ് ഹസീന സർക്കാർ ഉണ്ടായിരുന്ന സമയത്ത് ഈ ഭീകരവാദ പ്രസ്ഥാനങ്ങൾക്കൊന്നും വലിയ വളക്കൂറുള്ള സ്ഥലമായിരുന്നില്ല ബംഗ്ലാദേശ്. എന്നിരുന്നാലും അത് പ്രകടമായിരുന്നില്ല. പക്ഷേ ബംഗ്ലാദേശിലൊരു ഭരണമാറ്റം വന്നു. അവിടെ മുഹമ്മദ് യൂനിസിൻ്റെ നേതൃത്വത്തിൽ യാഥാസ്ഥിതിക അല്ലെങ്കിൽ കടുത്ത നിലപാടുള്ള തീവ്ര നിലപാടുള്ള ഒരു വിഭാഗം അധികാരത്തിലെത്തുമ്പോൾ ഈ ഭീകരവാദ പ്രസ്ഥാനങ്ങൾക്കത് വളം വെക്കുകയാണ്. ഇപ്പം നിലവിൽ അവർ ഈ തെഹ്രീക്കെ-താലിബാൻ ബംഗ്ലാദേശിൽ നിന്ന് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നു എന്നുള്ള വാർത്തകളാണ് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ളത്. പാക് സേന കഴിഞ്ഞ ഏപ്രിലിൽ നടത്തിയ ഒരു ഓപ്പറേഷനിൽ 2 പേരെ ഈ ബംഗ്ലാദേശിൽ നിന്ന് പുറപ്പെട്ട് അതായത് പാകിസ്ഥാനിൽ നിന്ന് അഫ്ഗാനിസ്ഥാനിലേക്ക് കടക്കാൻ ശ്രമിച്ച ബംഗ്ലാദേശ് പൗരന്മാരായ 2 പേരെ ഒരു പിടികൂടി. ഒരാൾ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടതായിട്ടും വാർത്തയുണ്ട്. ഇതുകൂടാതെ ബംഗ്ലാദേശിൽ ഇതേപോലെ ഭീകരപ്രസ്ഥാനങ്ങൾ രൂപപ്പെടുന്നു എന്നുള്ള റിപ്പോർട്ടുകളെ തുടർന്ന്, അതായത് കൃത്യമായി പറഞ്ഞാൽ 2016 അവിടെ ഒരു IS ആക്രമണം ഉണ്ടായി. അതുവരെ വലിയ രീതിയിലുള്ള ഭീകരവാദ പ്രവർത്തനങ്ങളൊന്നും അധികം റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത ഒരു സ്ഥലമായിരുന്നു ബംഗ്ലാദേശ്. എന്നാൽ 2016 IS അവിടെ ഒരു ആക്രമണം നടത്തി. അതിനെ തുടർന്ന് 22 പേർ കൊല്ലപ്പെട്ടു ആ സംഭവത്തിൽ. അതിനുശേഷം അവിടെ ഒരു ആൻറ്റി ടെററിസ്റ്റ് യൂണിറ്റ് വരെ അവിടുത്തെ ഭരണകൂടം, അതായത് ഷേഖ് ഹസീന സർക്കാരിൻ്റെ കീഴിലായിരുന്നു. അപ്പോൾ അവരൊരു ആൻറ്റി ടെററിസ്റ്റ് യൂണിറ്റ് വരെ പോലീസിൻ്റെ കീഴിൽ രൂപീകരിക്കുകയുണ്ടായി. അപ്പോൾ ഈ ആൻറ്റി ടെററിസ്റ്റ് നാമമാത്രമായിട്ടെങ്കിലും ഭീകരവാദ പ്രവർത്തനങ്ങളെ അമർച്ച ചെയ്യാനായിട്ടുള്ള ശ്രമങ്ങൾ ഇപ്പോഴും നടത്തുന്നുണ്ട്. അപ്പോൾ ഈ ആൻറ്റി ടെററിസ്റ്റ് യൂണിറ്റ്, ബംഗ്ലാദേശിലെ ആൻറ്റി ടെററിസ്റ്റ് യൂണിറ്റ് കഴിഞ്ഞ ജൂലൈയിൽ 2 ബംഗ്ലാദേശി പൗരന്മാരെ ഈ ഭീകരവാദ പ്രസ്ഥാനങ്ങളുമായി ബന്ധമുള്ളതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവർ ഈ പറയുന്ന തെഹ്രീക്കെ-താലിബാനുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതാണ്. ഇനി മറ്റൊരു സംഗതി കൂടിയുണ്ട്. അതായത് ഈ പറയുന്ന ബംഗ്ലാദേശിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ റിപ്പോർട്ടുകൾ പ്രകാരം, അല്ലെങ്കിൽ അവരെ ഉദ്ധരിച്ച് വന്ന വാർത്തകൾ പ്രകാരം
8 ബംഗ്ലാദേശ് സ്വദേശികൾ തെഹ്രീക്കെ താലിബാൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അഫ്ഗാനിസ്ഥാനിൽ ഇതിനോടകം ഉണ്ട് എന്നുള്ള വാർത്തകൾ വന്നിട്ടുണ്ട്. അത് ആ കാര്യത്തിലും സ്ഥിരീകരണം വന്നിട്ടുണ്ട്. ഇനി മറ്റൊരു സംഗതി കൂടിയുണ്ട്. മലേഷ്യ കഴിഞ്ഞ ജൂണിൽ 36 ബംഗ്ലാദേശി പൗരന്മാരെ അവർ അറസ്റ്റ് ചെയ്ത് മലേഷ്യയിൽ പിടിയിലായിട്ടുണ്ട്. അവർ ഈ 36 പേർക്കും ഭീകരവാദ പ്രസ്ഥാനങ്ങളുമായി ബന്ധമുണ്ട് എന്നുള്ളതിൻ്റെ പേരിലാണ് അവരവിടെ പിടികൂടിയത്. അപ്പോൾ ഇത്തരത്തിൽ പ്രകടമായ രീതിയിൽ ബംഗ്ലാദേശിൽ വലിയ രീതിയിലുള്ള ഭീകരവാദ പ്രസ്ഥാനങ്ങൾ, അതായത് ഈ മതപരമായി അവരെ സ്വാധീനിക്കാൻ വളരെ എളുപ്പമാണ് ഇപ്പോൾ. കാര്യം അവിടെ ഈ തീവ്ര നിലപാടുള്ള ഒരു ഭരണകൂടമുണ്ട്. അവർ വലിയ രീതിയിൽ ഇപ്പോൾ ഇന്ത്യ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ പോലും വലിയ രീതിയിൽ അവിടെ ബംഗ്ലാദേശിൽ അരങ്ങേറുന്നുണ്ട്. അപ്പോൾ ഈ ഭീകരവാദ പ്രസ്ഥാനങ്ങൾക്ക് ഇപ്പോൾ ആളെ കൂട്ടാൻ വലിയ പ്രയാസമൊന്നുമില്ല. അത്തരക്കാർക്ക് അത്തരത്തിലൊരു വലിയൊരു സാധ്യത ബംഗ്ലാദേശിൽ ഇപ്പോൾ ഉണ്ടെന്നുള്ളത് വാസ്തവമാണ്. ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഇപ്പോൾ ജാഗ്രത പുലർത്തേണ്ട സമയമാണ്. കാര്യം നമ്മൾ ബംഗ്ലാദേശിനോട് വലിയ സൗഹൃദ മനോഭാവമാണ് സ്വീകരിക്കാറുള്ളത് കാലാകാലങ്ങളായി. പക്ഷേ അവിടെ ഇങ്ങനെ ചില അഴുക്കുകൾ അടിഞ്ഞു കൂടുന്നുണ്ട് എന്നുള്ളത് ഇന്ത്യ കരുതിയിരിക്കേണ്ട സംഗതിയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം വാർത്ത ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ്. വേണ്ട നിരീക്ഷണ നടപടികൾ ഉടനെ തന്നെ സ്വീകരിക്കേണ്ടതും അത്യാവശ്യമാണ്. ഈ ബംഗ്ലാദേശ് ഇത്തരത്തിലൊരു നിർണായക നീക്കം, അതായത് ഇവരെ റിക്രൂട്ട് ചെയ്ത് ബംഗ്ലാദേശ് സർക്കാർ കൂടി അറിഞ്ഞുകൊണ്ടാണോ ഇത്തരമൊരു നീക്കം? ഒരിക്കലുമല്ല. ഇത് വിഘടനവാദ സംഘടനകൾ രഹസ്യമായി നടത്തുന്ന ഓപ്പറേഷൻ. ഇപ്പോൾ ഉദാഹരണത്തിന് പറയാം, കഴിഞ്ഞ ദിവസം ഒരു മാധ്യമ റിപ്പോർട്ട് വന്നിരുന്നു. അതായത് ഈ അഫ്ഗാനിസ്ഥാനിൽ IS ബന്ധമുള്ള ഭീകരവാദ കേന്ദ്രങ്ങളിൽ കുറേയധികം മലയാളികൾ എത്തിപ്പെട്ടിട്ടുണ്ടെന്ന്. അതായത് അവിടെ ഏതാണ്ട് 1300ഓളം പേർ മലയാളികളാണെന്ന തരത്തിലുള്ള റിപ്പോർട്ട്. അതിൻ്റെ ഔദ്യോഗിക സ്വഭാവം നമുക്കറിയില്ല. പക്ഷേ രഹസ്യാന്വേഷണ വിവരങ്ങളെ അടിസ്ഥാനമാക്കി പറഞ്ഞ ഏതാണ്ട് 1300ഓളം പേർ ഉള്ളതിൽ, അതായത് അഫ്ഗാനിസ്ഥാനിലുള്ള വിദേശ IS ബന്ധമുള്ള വിദേശികൾ ഏതാണ്ട് 1300ഓളം പേരുണ്ട്. അതിലേറിയ പങ്കും മലയാളികളാണെന്നുള്ള വാർത്തകളാണ് വന്നത്. അപ്പോൾ അത് ആലോചിച്ച് നോക്കുമ്പോൾ എങ്ങനെ ഇവരവിടെ എത്തിപ്പെടുന്നു എന്നുള്ള കാര്യം നമുക്ക് അറിയില്ല. ചിലപ്പോൾ മതപരമായ വിശ്വാസത്തിൻ്റെ പേരിൽ, അല്ലെങ്കിൽ മെച്ചപ്പെട്ട തൊഴിൽ, കുറച്ച് സാമ്പത്തികം വാഗ്ദാനം ചെയ്ത് ഇത്തരത്തിൽ ചിലരെ മോഹവലയത്തിൽപ്പെടുത്തി കൊണ്ടുപോകാറുണ്ട്. പിന്നെ ചിലരെ, അതായത് ഇപ്പോൾ കേരളത്തിൽ സംബന്ധിച്ച് ചില മതപഠന കേന്ദ്രങ്ങൾ അവരെ ഇത്തരത്തിൽ വിശ്വാസികളെ ഒത്തുകൂടുകയും അവരിൽ ഇത്തരത്തിലുള്ള ഭീകരവാദ ആശയങ്ങൾ കുത്തിവെച്ച് അവരെ ഇവിടെ നിന്നും രാജ്യരാമാനം കൊണ്ടുപോകുന്നതായിട്ടും അഫ്ഗാനിസ്ഥാൻ അടക്കമുള്ള, ഇപ്പോൾ സിറിയ, അഫ്ഗാനിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് ISയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. സമാനമായ രീതിയിൽ തന്നെ ആയിരിക്കണം ബംഗ്ലാദേശിൽ. അവരെ കുറച്ചുകൂടി ഇത്തരം പ്രവർത്തനങ്ങൾക്കുള്ള സാധ്യതയുമുണ്ട്. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം അവിടെ ഉള്ളതുകൊണ്ട് തന്നെ. അപ്പോൾ അത്തരത്തിൽ ഇത്തരത്തിലൊക്കെ സ്വാധീനിച്ചുകൊണ്ടായിരിക്കണം ഇവരെ കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ പാകിസ്ഥാനും ഇവരെ അമർച്ച ചെയ്യാനുള്ള കാര്യം അവർക്കെതിരെയാണ് അവിടെ പോരാട്ടം നടക്കുന്നത്. അങ്ങനെയാണ് ഈ 2 പേരെ അവിടെ പിടികൂടിയതിൻ്റെ പശ്ചാത്തലത്തിലാണ് ബംഗ്ലാദേശിൽ നിന്നുള്ള ഇത്തരം വാർത്തകൾ ഉണ്ടായതിൻ്റെ കാരണം.